ഹായ്. ഇന്ന് ഡേവിഡൂട്ടൻ അംഗനവാടി പോയില്ലായിരുന്നു. 2 ദിവസമായിട്ട് പാടില്ലായിരുന്നു. അപ്പം ഞാനോർത്ത് ഇന്നും കൂടി എന്തായാലും പോവണ്ട. നാളെ കൊച്ചിന് അംഗനവാടിയിൽ സെലിബ്രേഷനാണ്. അതിനെന്തായാലും ഡേവിഡൂട്ടൻ പോകുന്നുണ്ട്. പിന്നെ കടയിലേക്ക് വേണ്ടി ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയപ്പോഴേക്കും അവൻ അതിൽ നിന്ന് ഒരു പീസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ രാവിലെ അത് തിന്നുകൊണ്ടിരിക്കുന്ന എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ ഞാനും ഡാമിക്കുട്ടനും ഞങ്ങളിവിടെ സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോഴേക്കും ഞാനും ഡാമിക്കുട്ടനും കൂടി എറണാകുളത്ത് പോയി. സംഭവം ഞാൻ ഉദ്ദേശിച്ച അത്ര റോട്ടിലൊന്നും തിരക്കുണ്ടായില്ല. പക്ഷെ മാർക്കറ്റിൽ അടിപൊളി തിരക്കായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ പോണത് ഇഷ്ടമാണ്. അതൊരു രസമാണ്. ടിൻചേട്ടന് ആ പരിപാടി ഇഷ്ടമല്ല. തിരക്കുള്ള ദിവസം മാർക്കറ്റിൻ്റെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, വണ്ടി വെക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ ടിൻചേട്ടൻ വരില്ല. പിന്നെ വണ്ടി വെക്കാൻ ഇത്തിരി പാടായിരുന്നു. എന്നാലും ഞങ്ങൾ പോയി, ഞാനും ഡാമിക്കുട്ടനും കൂടെ. ഒരു 5:45 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്ന് കുറേ തേരാപ്പേര നടന്നു. സംഭവം അത് അങ്ങനത്തെ കലാപരിപാടികളൊക്കെ എനിക്കിഷ്ടമാണ്. പണ്ട് ഇരുമ്പനത്തായിരുന്നപ്പോഴും കരിങ്ങാശ്ശിറ പള്ളിയിൽ അങ്ങനൊരു അവധി ദിവസം അവിടെ കരിങ്ങാശ്ശിറ പള്ളിയിൽ തമുക്ക് പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി പോകും. തൃപ്പൂണിത്തുറയിലാകുമ്പോഴേക്കും തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അന്നും അതെ, വലിയ വിളക്കിൻ്റെ അന്ന് എല്ലായിടത്തും അവധിയായിരിക്കും. അപ്പോഴും ഇങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആ സംഭവം അടിപൊളിയാണ്. അപ്പോഴേക്കും നേരം പോണതും അറിയില്ല, ഒരു പ്രത്യേക വൈബാണ്. പിന്നെ അങ്ങനെ കുറേ നടന്നു. മാർക്കറ്റിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ സ്റ്റാറിൻ്റെയൊക്കെ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് ഇങ്ങനെ നടന്ന് കാണാം. ഓരോ സ്ഥലത്തും കയറി ഇറങ്ങി വില ചോദിച്ച് കുറക്കോ ചേട്ടാ എന്നൊക്കെ ചോദിച്ച് ഇത്തിരി അല്ല 10 രൂപ വല്ലതും കുറച്ചാലായി. എന്നാലും അതൊരു രസമാണ് ബാർഗെയിനിങ് ചെയ്യാൻ. പിന്നെ ഞങ്ങൾ സ്റ്റാറൊക്കെ വാങ്ങിച്ചു, കുറച്ച് CD സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഡെക്കറേഷന് കുറച്ച് ഇത് വലിയ സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല, അത്രയും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോഗ്രാഫർ ഡാമിക്കുട്ടനായിരുന്നു. പിന്നെ ഡാമിക്കുട്ടനെയും കൊണ്ട് പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെല്ലുമ്പോൾ തൊട്ട് ചോദ്യമായിരിക്കും, മമ്മി കഴിഞ്ഞോ. എനിക്കാണെങ്കിൽ അങ്ങനെ ചോദിക്കാനും കഴിയില്ല. ഡാമിക്കുട്ടന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം അതാണ് ചോദ്യം, കഴിയാറായില്ലേ മമ്മി, കഴിയാറായില്ലേ. ഡാമിക്കുട്ടന് പിന്നെ ഒന്നും വേണ്ട, പുറത്തിറങ്ങിയാൽ ഒരു സാധനം മേടിക്കണ്ട. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു. ട്യൂഷൻ ക്ലാസ്സിലില്ലായിരുന്നു, കാറ്റിസം ക്ലാസ്സിലുണ്ട്. ഡാമിക്കുട്ടനും ഉണ്ട്, ഡേവിഡൂട്ടനും ഉണ്ട്. 2 പേർക്കും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിച്ച് ഡാമിക്കുട്ടന് കാറ്റിസം ക്ലാസ്സിൽ നെയ്തനാണെന്നാണ് പറഞ്ഞത്, ഡേവിഡൂട്ടന് കല്യാണി. അപ്പോൾ 2 പേർക്കുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു. പിന്നെ വന്ന വഴി ഞങ്ങളൊന്ന് സ്റ്റുഡിയോ കയറിയായിരുന്നു. റെഡ് കളർ ടീഷർട്ട് നോക്കാനാണ് കയറിയത്. പക്ഷെ അതവിടെ ഉണ്ടായില്ല, ഉദ്ദേശിച്ച പോലെ കളറ് കിട്ടിയില്ല. അപ്പം പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ അവിടെ പോസ്റ്റ് ആവണ്ടല്ലോ എന്നോർത്തു. അവിടെ ബില്ലിങ്ങിലാണെങ്കിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങളൊന്നും മേടിച്ചില്ല, അവിടെ നിന്ന് ഇറങ്ങി. വന്നപ്പോഴേക്കും ഡേവിഡൂട്ടന് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ അങ്ങോട്ട് വാങ്ങിച്ച ഗിഫ്റ്റാണ്, അത് അവന് വേണം. പിന്നെ അത് അവനെടുത്തു. ഫ്രണ്ടിന് വേറെ ഗിഫ്റ്റ് വാങ്ങിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റേ അന്നത്തെ മുന്തിരി ജ്യൂസ് തെളിഞ്ഞു. അപ്പം തെളിഞ്ഞത് 3 കുപ്പിയിലും ലാസ്റ്റത്തെ അടി 1 കുപ്പിയിൽ, അടിയിൽ വന്ന ഊറലൊക്കെ കൂടി 1 കുപ്പിയിലും ഒക്കെ, അങ്ങനെ ടോട്ടൽ 4 കുപ്പി വൈൻ കിട്ടി. അടിപൊളിയായിരുന്നു കേട്ടോ, സംഭവം കലക്കി. അതോടെ അന്നത്തെ ദിവസം ഞങ്ങൾ തീർത്തു.